ഹലോ ഹലോ നമസ്കാരം ഗൈസ്, നമസ്കാരം പറഞ്ഞേ. അപ്പം ഞങ്ങളിത് ലാസ്റ്റ് പോയ ഒരു ട്രിപ്പിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ എവിടെ പോയെന്നറിയോ? നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വാണംപൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സും വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആളുകൾക്കും പുറത്തുനിന്ന് വരുന്നവർക്കും അപ്പോൾ എവിടെയൊക്കെയാണ് ഓസ്ട്രേലിയയിൽ സ്പോട്ട് ഉള്ളത്, എവിടേക്കാണ് കറങ്ങാൻ പറ്റിയത്, അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ സ്ഥലം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ 1800s ഒരു ഓൾഡ് വില്ലേജ്, അത് അങ്ങനെ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. അവിടെ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു 1800 റീസ്റ്റോർ ചെയ്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം ഉണ്ട്. ഇപ്പം നമ്മളെ പഴയ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന ഒരു മീൻകട, ഒരു ഫിഷ് ഷോപ്പ്, ഒരു ഫിഷറീസിൻ്റെ സൈഡ്, പിന്നെന്താണ് ഒരു തുന്നൽക്കട, ഒരു ചെറിയ കുഞ്ഞ് ഹോസ്പിറ്റല്, പിന്നെ സ്കൂള്, അങ്ങനെ ഒരു നാട്ടിൽ എന്തൊക്കെ വേണോ മെയിൻ സിറ്റിയിൽ ഒരു 1800s ഒരു സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതെല്ലാം റീസ്റ്റോർ ചെയ്തിട്ട് അതിൽ ആ പഴയ പിന്നെ സ്ട്രക്ചറൊക്കെ, അതിൻ്റെ നമ്മൾ വീടും അതിൻ്റെ റൂംസും അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആ ഒരു 1800 ഒരു സാധനം അത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റി. ഭയങ്കര രസമായിരുന്നു കാണാൻ. നമുക്ക് നമ്മളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. സാധനമൊക്കെ ഇട്ടിട്ടാണ് മനുഷ്യന്മാർ നടന്നിട്ടുള്ളത്. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇതാണ്, ഇതാണ് പെണ്ണുങ്ങളുടെ വഴി. ഡ്രസ്സ് ഉണ്ടാക്കലും ഡ്രസ്സ് ഇട്ട് ഭയങ്കര നടക്കണം. Yeah, don't touch anything. There's a bag. അമ്മച്ചിയുടെ കടുത്തിരിക്കുന്ന സാധനം കൊയോട്ടിയാണ്, കുറുക്കനെ പോലത്തെ സാധനം. അതിനെ തല്ലിക്കൊന്ന് ഉണക്കി ഉപ്പിലിട്ടിട്ടാണ് മെത്തിക്കൂടെ ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം വെച്ച് വെറുതെ അതേ കൊയോട്ടീൻ്റെ കണ്ണൊക്കെ മാന്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി മൊത്തം അതിന് ഇട്ട് വെച്ചേക്കാം. എൻ്റെ റബ്ബേ. അപ്പം നമ്മുടെ ഈ ഫ്ലാഗ്സ്റ്റാഫ് വില്ലേജിൽ ഒരുപാട് പഴയ സ്ഥാനങ്ങൾ അവർ പുതിയ അന്നത്തെ അതേ രീതിയിൽ റീസ്റ്റോർ ചെയ്ത് ഇപ്പോഴും പുതിയ ഇതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ 2 ലൈറ്റ് ഹൗസസ് ആണ്. അതായത് പഴയ ലൈറ്റ് ഹൗസ് വേറെ ലൊക്കേഷനിലായിരുന്നെങ്കിലും അവരത് റീസ്റ്റോർ ചെയ്ത് ഇപ്പോൾ ഒരു അപ്പ് ഹില്ല് വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്, റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ലൈറ്റ് ഹൗസ് കീപ്പറുടെ വീടും അവർ അതേപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ഭയങ്കര ഭംഗിയാണ് ആ സ്ഥലം. So guys, I did the lighthouse on top of it, and there's a big bar, and there's a big light on top of it. 200 years മുന്നേ ഇവർ ഇത്രയും സെറ്റപ്പാണ്. നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഈ ഊട്ടിയിലൊക്കെ കോട്ടേജിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു ഫീൽ, അത്രയും സെറ്റപ്പിലാണ് അവർക്ക് 200 years മുന്നേ അവർ ജീവിച്ചെന്ന് പറയുമ്പോൾ. നമ്മുടെയൊക്കെ ഒരു അവസ്ഥയും നമ്മുടെ കാരണവന്മാരൊക്കെ പാവങ്ങൾ. അവരുടെ ഡ്രസ്സൊക്കെ കാണണം. കിടക്കാനുള്ള ഒരു ഡ്രസ്സ് തൂക്കിയിട്ടേക്കുന്നു. ഓഫീസിൽ പോകാനുള്ള, ഓഫീസില മീൻസ് വർക്കിന് പോകാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3D പോലെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ചേർത്ത് വെച്ചിട്ട് നോക്കി. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ആളുകൾ കണ്ടുകഴിഞ്ഞാൽ ഓരോ സാധനം എടുത്തോണ്ട് ഇവിടെ അങ്ങനെ ഇല്ലാതെ 170 വർഷം പഴക്കമുള്ള സാധനങ്ങളായത്. ഇതാണ് ഇങ്ങനെ റൈസ്, ടീ, ഈ പാത്രങ്ങളൊക്കെ എന്ത് രസം നോക്കി. കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള അന്നത്തെ കസേര വരെ ഉണ്ട് ഇതിൻ്റെ അത്. വുഡ് ഫയർഡ് കിച്ചൺ, ഇറ്റ്സ് എ ബെഡ്റൂം ഫോർ ദ ബേബി. എന്താ കുഞ്ഞിൻ്റെ ടോയ്സ്, ബുക്സ് എന്തൊക്കെയാണല്ലേ. That's a picture of the baby. Wow. ഇതൊക്കെ ആ കുഞ്ഞിൻ്റെ ഡോൾസ് ആണ് അന്നത്തെ. ഇന്ന് ആ കുഞ്ഞ് മരിച്ച് മണ്ണിൻ്റെ ഇടയിലായിട്ടുണ്ട്.
അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊരു കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ ഒരു സൈഡ് എല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജ്, അതിൻ്റെ അപ്പുറത്തെ സൈഡ് മുഴുവൻ കടൽ. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ആ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഒരു സൈഡ് മുഴുവൻ ഈ ചെറിയ കുന്നും ചെറിയ ഹില്ല് പോലെ അവരാക്കി എടുത്തിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു 1800-ലെ സിറ്റി റീസ്റ്റോർ ചെയ്തൊരു സ്ഥലവും അപ്പുറത്തെ സൈഡ് മുഴുവൻ കടലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, ഒരുപാട് ഡ്രൈവ് ഒന്നും ഇല്ല. അപ്പം മെൽബണിലുള്ളവർക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വരുന്നവർ ബേസിക്കലി മെൽബണിൽ എന്തായാലും വിസിറ്റ് ചെയ്യും. അപ്പം അവിടെ നിന്ന് ഒരു 3 hours ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫ്ലാഗ് സ്റ്റാഫ് ഹില്ലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ ഒരു നമ്മുടെ ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സെക്കൻഡ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യാം. യാരയ്ക്കും കൂടി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലവും അതുപോലെ തന്നെ പാർക്കിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക് റൺ ചെയ്യുന്നത് ഒരു ഫാമിലി ബിസിനസ്സാണെന്ന് തോന്നുന്നു. കാരണം അവരെല്ലാവരെയും കാണാൻ ഒരുപോലെ ഉണ്ട്, അച്ഛനും മക്കളും ഒക്കെയാണെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഡേ 2 ഓഫ് വാർണംബോൾ ഗ്രേറ്റ് ഓഷൻ റോഡ് ട്രിപ്പ്. ആ സമയത്ത് ആക്ച്വലി മെൽബണിനേക്കാളും കൂടുതൽ കാർഗോ ഷിപ്പുകളും മറ്റും വന്നിട്ടുണ്ട്. ആക്ച്വലി മെൽബണിനേക്കാളും വലിയൊരു പോർട്ടായിരുന്നു ഈ വാർണംബോളിലുള്ളത്. ഇന്നിതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അടുത്ത് കാണാനുണ്ട്. ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പബ്ബുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പക്ഷെ പണ്ട് കാലത്ത് മിഡ് 1800s ഇത് ആക്ച്വലി ഒരു ബിഗ്ഗസ്റ്റ് പോർട്ട് സിറ്റി ആയിരുന്നു ആക്ച്വലി വാർണംബോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ വാർണംബോളിൽ ഞങ്ങൾ അന്ന് നിന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു, പിന്നെ നല്ല കാറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് കൊളാക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പിന്നെ ആകെ ഒരു വാമായിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നൊരു പബ്ബാണ്. പിന്നെ മദ്യപാനം നമുക്ക് ഹറാമായതുകൊണ്ട് അതും പറ്റിയില്ല. അപ്പം ഞങ്ങളതിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് കണ്ടു തീർത്ത് ഒരുപാട് തണുത്ത് വരയ്ക്കാണ്ട് അവിടെ ആക്ച്വലി നല്ലൊരു പെൻഗ്വിൻ വഴി കാണാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടേക്ക് പോകാനുള്ള വഴികൾ ഈ ഈവനിങ് ആയതുകൊണ്ടും പിന്നെ ആ സമയമായതുകൊണ്ടും ഈ വെള്ളം കയറി കിടക്കായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഡ്രോണിൽ അതിൻ്റെ ചെറിയൊരു വിഷ്വൽ കിട്ടി. അത് പക്ഷേ ഞങ്ങൾ പിന്നീടാണ് റിയലൈസ് ചെയ്തത് അവിടെ പെൻഗ്വിൻ്റെ ഒരു കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ അത് ഞങ്ങൾക്ക് ആക്ച്വലി അവിടെ മിസ്സായി. പക്ഷെ എന്നാലും നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു ചൂടുള്ളൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അത് ആക്ച്വലി ഈവൻ ബെറ്ററാണ്. എനിക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവുകളിൽ ഒന്നാണ് ഗ്രേറ്റ് ഓഷൻ റോഡ്. വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ്സ് ഇൻ ഓസ്ട്രേലിയ. എനിക്ക് തോന്നുന്നു ഒരു 100-250 കിലോമീറ്റർ നീളമുണ്ട്. ഏർലി 1930s 40s കണ്ട് ഈ വാർ വെറ്ററൻസിന് വേണ്ടി അവരുടെ ഒരു മെമ്മോറിയലായിട്ട് ഉള്ള രീതിയിൽ പണിത ഒരു റോഡാണ്. അപ്പോൾ ഇതൊരു എന്താ പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റഡ് ഒരു റോഡും കൂടെയാണ് ആ ഒരു സെൻസിൽ. ഇവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്, പല ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. ഫുൾ ബേസിക്കലി ഈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്.
എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈവ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രേറ്റ് വാഷർ ഡോണിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് 12 അപ്പോസിൽസിൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. വി റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഞങ്ങളെ വീഡിയോസൊക്കെ വീണ്ടും കാണുക. കീപ് സപ്പോർട്ടിങ് അസ്. സോ മച്ച് ലവ്. താങ്ക് യു. ബൈ ബൈ.